പാർലമെന്റിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു കാര്യം പറഞ്ഞിരുന്നു. രാജ്യത്തെ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുകയാണ്, അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലൊക്കെ മുഖം മറക്കേണ്ട അവസ്ഥയെന്ന് നിതിൻ ഗഡ്കരി തന്നെ സമ്മതിക്കുകയാണ്. മന്ത്രിയായി അധികാരമേൽക്കുന്ന ഒരു സമയത്ത് റോഡ് അപകടങ്ങൾ 50% കുറയ്ക്കണമെന്ന് തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അപകടങ്ങളുടെ എണ്ണം കുറയുന്നതിന് പകരം വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന് സമ്മതിക്കാൻ തനിക്ക് മടിയില്ല എന്നും നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പറയുന്നു. അപ്പോഴാണ് പാലക്കാട്ടെ ഈ ദാരുണ വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. പ്രദേശത്ത് ഇപ്പോഴും ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ആളുകൾ എന്നതിനപ്പുറം ഒരു പക്ഷേ ഈ മരിച്ച വിദ്യാർത്ഥികളെ നേരിട്ട് പരിചയമുള്ള ആളുകളായിരിക്കും. അവിടെയുള്ള താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, സുഹൃത്തുക്കളാണ്, പരിചയമുള്ള ആളുകളാണ്. അങ്ങനെ അവരുടെ സ്വന്തക്കാരെ, അവരുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന് വേദന, അതാണ് ആ പ്രതിഷേധവുമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. ധാരാളം കുട്ടികളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒരു രോഷം, അവരുടെ സഹപാഠികൾക്കാണ് ഈ ഒരു ദാരുണാന്ത്യം ഉണ്ടായിട്ടുള്ളത്. തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കളിച്ചു ചിരിച്ചു നടന്ന കുട്ടികൾക്കാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് എത്രയേറെ മുന്നിൽ നിൽക്കുന്നതും.